ഓക്കെ സുജയ, എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഇത് ആദ്യമായിട്ടല്ല കേട്ടോ ചരിത്രത്തിൽ പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടക്കുന്നത്. വസ്തുതയായി തന്നെ പറയണം. മഴക്കാലത്ത്, അതായത് കഴിഞ്ഞ തവണ എനിക്ക് 2022 തോന്നുന്നു, ഈ പകൽ വെളിച്ചത്തിൽ തന്നെയാണ് വെടിക്കെട്ട് നടന്നത്. അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോലീസിന്റെ ഒരു അമിതാധികാര പ്രയോഗം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അത് ഏതെങ്കിലും തരത്തിൽ വോട്ടായി മാറുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. നോക്കൂ, സുജയ പറഞ്ഞതിനോട് എനിക്കുള്ളൊരു എതിർപ്പെന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മതേതര ഉത്സവമായി വരുന്നത് എങ്ങനെയാണ്? അതതിൻ്റെ വഴക്കങ്ങൾ കൊണ്ടും അത് ആഘോഷിക്കാൻ എത്തുന്ന മനുഷ്യരെ കൊണ്ടുമാണ്. അവിടെ എത്തുന്ന മനുഷ്യരിൽ പല തട്ടുകളിൽപ്പെട്ട മനുഷ്യരുണ്ട്. ആ പല തട്ടുകളിൽപ്പെട്ട മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളുമായിട്ടാണ് ആ പൂരം കാണാൻ എത്തുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എത്തുന്നു. അത് ആ സഹിഷ്ണുതയോടുകൂടി തൃശ്ശൂരുകാർ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അപ്പോൾ തൃശ്ശൂരിൽ പൂരം കാണാൻ വന്ന പൂരപ്രേമിയുടെ സഹിഷ്ണുതയും പക്വതയുമാണ് നമുക്ക് വേണ്ടത്. പകരം അതിനകത്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അത് ഏതെങ്കിലും തരത്തിലൊരു ഹൈന്ദവ ആരാധനാലയത്തിൽ മാത്രം നടന്ന ആചാരമായിട്ടും ഞാൻ കാണുന്നില്ല. അതൊരു തൃശ്ശൂരിൻ്റെ തന്നെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ എന്ന രീതിയിൽ തന്നെയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സിംഫണി എന്ന രീതിയിലാണ്. അത്രയും അധികം ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ എത്തുന്നത് അങ്ങനെ രണ്ട് വിശ്വാസങ്ങളുടെയും പുറത്താണ്. ഏത് വിശ്വാസങ്ങൾ? ഒന്ന്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്. രണ്ട്, ആ വാദ്യത്തിൻ്റെ കലാകാരന്മാരുടെ ഒപ്പം തന്നെ ഈ കരിമരുന്ന് പ്രയോഗങ്ങളുടെ ഒക്കെ ആസ്വാദ്യതയ്ക്ക് വേണ്ടിയാണ് അവിടെ എത്തുന്നത്. അക്കൂട്ടരെ നമുക്ക് മതം പറഞ്ഞ് വേർതിരിക്കുക സാധ്യമല്ല. അവരിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുന്നത്? സാധാരണ രീതിയിൽ കുടമാറ്റത്തിന് ഇത്തരം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. മാത്രമല്ല, ഈ കുടകൾ തയ്യാറാക്കുന്നതാവട്ടെ വ്യത്യസ്ത യുവജന സംഘടനകളൊക്കെ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക മതവിഭാഗത്തിൽ ഒരു പ്രത്യേക ട്രസ്റ്റോ ഒന്നുമല്ലാതെ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികൾ നുഴഞ്ഞു കയറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് സംഘാടകർ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്കിതിനകത്തുള്ള ടേക്ക്. കാരണം ഉത്സവം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സാമൂഹികമായ ജനിതക ഘടനയാണ്. എന്ന് പറഞ്ഞാൽ അവരവിടെ ഉത്സവം കാണാൻ വരുന്നത് ആർത്ത് ഉല്ലസിച്ച് പോകാൻ വേണ്ടിയാണ് പൂരത്തിന് വരിക. ആ പൂരത്തിന് വരുന്ന സമയത്ത് ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞത് ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ് തൃശ്ശൂർ പൂരം. താങ്കൾ എത്ര പറയാൻ ശ്രമിച്ചാലും ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ്. ക്ഷേത്ര പരിധിക്കുള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ ചടങ്ങുകളോടെ നടക്കുന്നതാണ്. എഴുന്നള്ളത്തടക്കം ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലെ ചടങ്ങുകളാണ് ഡോക്ടർ അരുൺ. അത് എത്ര പറഞ്ഞാലും മതേതരമാകില്ല. അതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ്. അത് സമയം മാറ്റിവെക്കാൻ പറ്റാത്ത ആചാരങ്ങളൊന്നും നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. വെടിക്കെട്ട് എപ്പോഴാണ് നടന്നത്? എന്നാണ് കോവിഡ് വന്നപ്പോൾ ക്ഷേത്ര ഉത്സവം നടന്നത്? എങ്ങനെയാണ് നടത്തിയത്? ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ്. കോവിഡ് വന്നപ്പോൾ ഇതേ ആഘോഷങ്ങളും ഇതേ ആചാരങ്ങളും മാറ്റമില്ലാതെ അവിടെ തുടർന്നു? ഇല്ലല്ലോ. അത് വ്യത്യസ്ത രീതിയിലാണ് നടന്നത്, സിംബോളിക്കായി. അതൊക്കെ മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇങ്ങനൊരു വിഷയം അവിടെ എത്തുമ്പോൾ ആ പൂരപ്രേമികൾ കാണിച്ച വിവേകം, അതിനേക്കാൾ വിവേകമുണ്ടെന്ന് ധരിക്കുന്നവർ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടിപ്പോവുക എന്നുള്ളത് ചിലരുടെ ജനിതക ഘടനയിലുണ്ട്. അത് ആരുടെ ജനിതക ഘടനയിലാണുള്ളതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അത് ആ വാചകം എന്നെ കൊണ്ട് ഹിന്ദുവിനെ പറയുമ്പോൾ മാത്രം ഹിന്ദു മാത്രം മതേതരത്വത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുന്നതും ചിലരുടെ ജനിതക ഘടനയിലുള്ളതാണ്. അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഹിന്ദു മതപ്രഭാഷണത്തിനല്ല. ഹിന്ദു മതപ്രഭാഷകയാവാനും ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ അല്ല. ഞാൻ ആ വിഷയത്തിൽ അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു 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 എന്ന് 100 തവണ പറയേണ്ടതില്ല. ഞാനും ജനിച്ചത് ഹിന്ദുമതത്തിലാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ അവകാശമോ ഹിന്ദുമതത്തിന്റെ പ്രഖ്യാപനമോ നടത്തുന്ന ഒരു വേദിയിലല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ അഭിമാനമായ, ഈ നാടിന്റെ അഭിമാനമായ ഒരു നാഷണൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് വൈകിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ്. അത് അന്വേഷിക്കപ്പെടാതെ പോകരുത്. പക്ഷേ അങ്ങനെ അന്വേഷിക്കപ്പെടാതെ പോകുമ്പോഴും ക്രമസമാധാനം തകരാതെ ആ പൂരം പൂർണ്ണമായും നടത്താൻ അതിനോട് സഹകരിച്ച തൃശ്ശൂരിലെ പൂരപ്രേമികളെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ആ പൂരപ്രേമികൾക്കൊപ്പമാണ് എൻ്റെ നിലപാട്. ആ പൂരപ്രേമികൾക്കുള്ള വിവേകത്തെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് കേരളത്തിന്റെ മാതൃക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ ഇനി ഏത് തരത്തിൽ വന്നാലും, ഏത് കൊമ്പൻ എഴുന്നള്ളിയാലും അത് തൃശ്ശൂർക്കാർക്ക് അറിയാം ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ വരുന്നു എന്നുള്ളത്. അത് ഭയന്നുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ആരും പ്രതികരിക്കാത്തത്. ഇല്ലെങ്കിൽ പല പ്രതിഷേധങ്ങളും അവിടെ ഇപ്പോൾ കണ്ടേനെ. ആ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന്റെ കാരണവും അതാണ്. ഒന്നുകൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ആഘോഷത്തിന് എത്തുന്ന മനുഷ്യരുടെ വിവേകം ആഘോഷം കഴിഞ്ഞു പോകുന്ന സമയത്തും നേതാക്കൾ പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. രാഷ്ട്രീയമായ ആർക്കും എന്തും തീരുമാനിക്കാം. പക്ഷേ കെ രാജൻ അടക്കമുള്ളവർ അവിടെ കൂടിയാലോചന നടത്താൻ ഉണ്ടായിരുന്നു. സ്ഥലത്ത് എല്ലാ വിഭാഗങ്ങളിലും പെട്ടവരുണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച തന്നെയാണ്. അത് ആവർത്തിക്കപ്പെടരുത് എന്നത് തന്നെയാണ് എൻ്റെ ടേക്ക്. Meet the editors.